രക്ഷാപ്രവർത്തനം ചട്ടവിരുദ്ധം. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ നടപടിക്ക് ശുപാർശ നൽകി അന്വേഷണ സംഘം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവം രക്ഷാപ്രവർത്തനമല്ല, മറിച്ച് നിയമവിരുദ്ധവും ചട്ടവിരുദ്ധവുമായ നടപടിയാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സൂചന വന്നിരിക്കുന്നത്. VD സതീശൻ സർക്കാർ അധികാരമേറ്റയുടൻ പ്രഖ്യാപിച്ച പുനരന്വേഷണത്തിലാണ് ഗൺമാന്മാരുടെ മർദ്ദനം ക്രൂരവും ചട്ടവിരുദ്ധവുമായിരുന്നുവെന്ന് വ്യക്തമായത്. പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത സമരക്കാരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വാഹനം നിർത്തി ഇറങ്ങി വന്ന് മർദ്ദിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു. പരിക്കുകൾ ഗുരുതരമാണ് എന്നുള്ളതാണ് മറ്റൊന്ന്. മർദ്ദനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ തോമസിന്റെ തലയ്ക്കും അജയ് ജ്വലിന്റെ തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഈ പരിക്കുകൾ ഗൺമാന്മാരുടെ അനാവശ്യമായ കയ്യേറ്റം മൂലമാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നു. മുൻ നിലപാടുകൾ തള്ളി മുൻപ് ഈ സംഭവത്തെ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച് ന്യായീകരിച്ചിരുന്ന നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് പുതിയ SIT റിപ്പോർട്ട്. മുഖ്യമന്ത്രി VD സതീശന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയത് മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥൻ SP ഷൗക്കത്ത് അലിയാണ്. DYSP ബിജു പൗലോസാണ് കേസിലെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥൻ. കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവരുൾപ്പെടെയുള്ളവർക്കെതിരെ വകുപ്പുതല നടപടികളും ക്രിമിനൽ നടപടികളും ശക്തമാക്കാനാണ് പുതിയ റിപ്പോർട്ടിലൂടെ ശുപാർശ ചെയ്യുന്നത്. പ്രധാന വിവരങ്ങൾ: കേസ് ഡയറി തിരുത്തി. ഗൺമാന്മാരെ രക്ഷിക്കുന്നതിനായി ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം കേസ് ഡയറിയിൽ തിരുത്തലുകൾ വരുത്തിയതായി ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയ SIയും 2 പോലീസുകാരും SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. യഥാർത്ഥ കേസ് ഡയറി തിരുത്തുന്നതിന് മുൻപുള്ള ഒറിജിനൽ രേഖകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഗൺമാന്മാർക്കെതിരെയുള്ള തെളിവുകളും ദൃക്സാക്ഷി മൊഴികളും കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയാണ് കേസ് ഡയറിയിൽ മാറ്റങ്ങൾ വരുത്തിച്ചതെന്നും മൊഴിയിലുണ്ട്. SPയുടെ റിപ്പോർട്ട് അവഗണിച്ചു. അന്ന് ആലപ്പുഴ SP നൽകിയ റിപ്പോർട്ട് അട്ടിമറിച്ചാണ് ഗൺമാന്മാരെ കുറ്റവിമുക്തരാക്കാൻ ശ്രമിച്ചതെന്നും വിവരമുണ്ട്. നടപടികൾ: കുറ്റക്കാരായ 4 ഗൺമാന്മാർക്കെതിരെ നടപടിയെടുക്കാൻ SIT ശുപാർശ ചെയ്തേക്കും. കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട പുതിയ കണ്ടെത്തലുകൾ അടങ്ങിയ പ്രത്യേക റിപ്പോർട്ട് SIT DGPക്ക് കൈമാറും. പിണറായി വിജയന്റെ പ്രതികരണം: മുൻപ് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്റെ ഗൺമാന്മാർ ആരെയും മർദ്ദിച്ചിട്ടില്ലെന്നും ബസ്സിന് മുന്നിലേക്ക് ചാടിയവരെ യൂണിഫോമിട്ട പോലീസുകാരാണ് തള്ളിമാറ്റിയതെന്നുമാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. ഈ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.